വിശദമായ വാർത്തകളിലേക്ക്. ഭൂപതിവ് നിയമ ഭേദഗതിക്ക് ചട്ടങ്ങളായി ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ചട്ടങ്ങൾക്ക് അംഗീകാരം നൽകിയത്. മലയോര മേഖലയിലെ പ്രശ്നം മന്ത്രിസഭാ യോഗം വിശദമായി ചർച്ച ചെയ്തുവെന്നും 6.5 പതിറ്റാണ്ട് നീണ്ട കാത്തിരിപ്പിന് ശേഷമായിരുന്നു ഭൂപതിവ് നിയമ ഭേദഗതി സർക്കാർ പാസാക്കിയതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഭൂപതിവ് നിയമ ഭേദഗതിക്ക് ചട്ടങ്ങളായെന്നും സബ്ജക്ട് കമ്മിറ്റിക്ക് കൂടി അയക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനം ഇതോടെ നടപ്പാക്കുകയാണ്. മുഖ്യമന്ത്രിക്കൊപ്പം റവന്യൂ മന്ത്രിയും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 2016 തന്നെ LDF സർക്കാർ അധികാരത്തിൽ വന്നത് തൊട്ട് വിവിധ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയതാണ്. അത്തരം ഇടപെടലുകളുടെ ഫലമായാണ് വിപ്ലവകരമായ ഭൂപതിവ് നിയമ ഭേദഗതി കൊണ്ടുവന്നത്. ഇപ്പം അതിൻ്റെ ചട്ടങ്ങൾക്ക് ഇന്ന് മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഇനി അത് സബ്ജക്ട് കമ്മിറ്റിയിൽ കൂടി പോകേണ്ടതുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ LDF മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ടൊരു വാഗ്ദാനം കൂടി ഇതോടെ യാഥാർത്ഥ്യമാവുകയാണ്. 1960 കേരള ഭൂപതിവ് നിയമത്തിന് കീഴിലെ വിവിധ ചട്ടങ്ങൾ പ്രകാരം വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും കൃഷി, ഭവന നിർമ്മാണം, അയൽ വസ്തുവിൻ്റെ ഗുണകരമായ അനുഭവം, ഷോപ്പ് സൈറ്റുകൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കായി പട്ടയം അനുവദിക്കുന്നതിന് വ്യവസ്ഥയും. ഭൂമി പതിച്ചു കിട്ടിയവരിൽ പലരുടെയും നിർമ്മാണവും കൈമാറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. 6.5 പതിറ്റാണ്ട് നീണ്ട കാത്തിരിപ്പിന് ശേഷമായിരുന്നു ഭൂപതിവ് നിയമ ഭേദഗതി സർക്കാർ പാസാക്കിയതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.